18-ാം നൂറ്റാണ്ടിൻ്റെയും 19-ാം നൂറ്റാണ്ടിൻ്റെയും കേരളത്തിലെ ജനങ്ങളുടെ മുസ്ലിങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തി വെക്കുമ്പോൾ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് മുട്ടിച്ചിറ പോരാട്ടം സമരം എന്നുള്ളത്. നമുക്കറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രം നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ശുഹദാക്കളുടെയും സൂഫികളുടെയും ചരിത്രം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് ഓതുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് ഖുർആനിൽ നിന്ന് തന്നെ മിന സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ എന്ന് നമ്മൾ അതിനെ വിശദമായ അർത്ഥം പറയാറുണ്ട്. ഈ സ്വാലിഹീങ്ങളും ശുഹദാക്കളും കേരളത്തിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഒരുപക്ഷെ ഇവിടുത്തെ ഉലമാക്കളെക്കാൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഓർക്കപ്പെട്ടിട്ടുള്ളത്, കേരളത്തിൽ മാത്രമല്ല മുസ്ലിം ലോകത്ത് ഓർക്കപ്പെട്ടിട്ടുള്ളത് ശുഹദാക്കളും സൂഫികളുമാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവരുടെ മക്കാമുകളും അവരുടെ പേരിലുള്ള നേർച്ചകളും വളരെ വിപുലമായി അവരുടെ പള്ളികളെ അഗ്നിക്കിരയാക്കുകയും ചെയ്തപ്പോൾ മലബാറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള പോരാട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ധാരാളം ജനങ്ങൾ രക്തസാക്ഷിത്വം വരിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കാണുന്നത് മലപ്പുറം ശുഹദാക്കളുടെ ചരിത്രം 1700കളുടെ അവസാനത്തിൽ. ഇതുപോലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഓമാനൂർ ശുഹദാക്കളുടെ ചരിത്രം 1700കളിലാണ്. നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് പോയാൽ താത്തൂർ ശുഹദാക്കൾ 1700കളിൽ പള്ളി സംരക്ഷണത്തിന് വേണ്ടി പോരടിച്ച ഒരു പറ്റം ശുഹദാക്കളുടെ ഖബറിടം നമുക്ക് താത്തൂർ പള്ളിയിൽ കണ്ടെത്താൻ സാധിക്കും. മലബാറിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ 1700കളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിന്റെ ഹിസ്റ്ററി തന്നെയുണ്ട്. അതിനെ തുടർന്ന് ഒരു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ നടക്കുന്ന വ്യത്യസ്ത രീതിയിലുള്ള പോരാട്ടങ്ങളുണ്ട്. തൃശ്ശൂരിന്റെ ചില ഭാഗങ്ങളിൽ ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വ്യത്യസ്ത പോരാട്ടങ്ങളിൽ ഷഹീദായ ഒരുപാട് പേരുടെ ഖബറിടങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതും കഴിഞ്ഞൊരു നാലാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാരുടെ കടന്നുവരവോടുകൂടി 1792 മലബാറിൽ ബ്രിട്ടീഷുകാർ കാലുകുത്തിയത് മുതൽ ആ ഒരു പോരാട്ടത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ ഒരു സജീവമായ ചരിത്രം തന്നെ മലബാറിൽ ആവർത്തിച്ചു വരുന്നത് നമ്മൾ കണ്ടെത്തുന്നു. മമ്പ്രന്തങ്ങന്മാരുടെ ശക്തമായ നേതൃത്വമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, 1844 മമ്പ്രം സയ്യിദ് അലവി തങ്ങൾ അന്തരിക്കുന്നതുവരെ, വഫാത്താക്കുന്നതുവരെ 1770 മമ്പ്രന്തങ്ങൾ മലബാറിലേക്ക് കടന്നു വരുന്നത്, മമ്പ്രത്ത് വന്ന് താമസിക്കുന്നത്. ആ ഒരു കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ശുഹദാക്കളുടെ ഒരു നാലാം ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് മഹാന്മാരായ ചേറൂർ ശുഹദാക്കളെ പോലെയുള്ള മുട്ടിച്ചിറ ശുഹദാക്കളെ പോലെയുള്ള ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ശുഹദാക്കളുടെ ചരിത്രത്തിന്റെ ഒരു അഞ്ചാം ഘട്ടം എന്ന് നമ്മൾ കാണുന്നത് 1921 മലബാർ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വളരെ വ്യാപകമായിട്ട് ആയിരക്കണക്കിന് പേരെ വളരെ നിഷ്കരുണം കൊന്നൊടുക്കുക. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ വളരെ ക്രൂരമായ ഒരു ചരിത്രം 1921 പോരാട്ടത്തിന്റെ മുഖത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഇവരെയൊക്കെ മലബാറിലെ ജനങ്ങൾ ഓർത്തെടുത്തിട്ടുള്ളത് ഒരുപക്ഷെ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. ചരിത്രത്തെ, അവരുടെ ഖബറുകളെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ഓരോ വർഷവും അവരുടെ നേർച്ചകളും ഉറൂസുകളും അനുസ്മരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പാട്ടുകളായും അനുസ്മരണങ്ങളായും പദ്യമായിട്ടും ഗദ്യമായിട്ടും മാപ്പിളമാരെ അവരുടെ ഓർമ്മകളെ മലബാറിന്റെ ചരിത്രത്തിൽ നിരന്തരമായിട്ട് നിലനിർത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് കേവലം ഇത്തരത്തിലുള്ള സൂഫികളെയും അതേപോലെ ശുഹദാക്കളെയും ഓർക്കുക എന്നുള്ളതിലപ്പുറത്ത് വലിയൊരു ചരിത്ര